Ibrahim Kunjuji, TJ Vinodji, leaders from the Congress party, trade union leaders, employees of BPCL and other PSUs, management of PSUs, not just this PSU but all PSUs across the country, and employees of all other PSUs, friends from the media, I'd like to welcome you here today. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, ഇന്ത്യയിലെ എമ്പാടുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന്റെ പ്രതിനിധികളെ, തൊഴിലാളികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. And I purposely addressed other PSUs and their management because what is happening today, this is not a single event. This is a process that is taking place. Systematic destruction of India's public sector and India's backbone. ഞാൻ ബോധപൂർവമാണ് ഇന്ത്യയിലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിനെയും ജീവനക്കാരെയും അഭിസംബോധന ചെയ്തത്. കാരണം ഇത് കാര്യവൽക്കരണം നടക്കുന്നത് കേവലം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വളരെ ബോധപൂർവമായ ഒരു പ്രക്രിയയാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And everyone working in the public sector must understand that today you might think that this is a BPCL issue and it will not affect us. But remember and mark my words, the same thing that is being done to you is going to be done to other companies in India's public sector. മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് പ്രശ്നം മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ നാളുകളിൽ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന, നിങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനത്തെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമായി മാറാൻ പോകുകയാണ്. Everybody understands the economic situation in the country today. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. Our today it is growing at 4%. നമ്മുടെ സമ്പദ്ഘടന 9% നിരക്കിലാണ് വളർന്നത് എങ്കിൽ ഇപ്പോൾ അത് 4% കൂപ്പുകുത്തിയിരിക്കുകയാണ്. And that also under the new method. അതും ഇപ്പോഴത്തെ പുതിയ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സംവിധാനത്തിൽ, അത് അളക്കുന്ന പുതിയ സംവിധാനത്തിൽ പോലും. If you calculate under the old method, India's GDP today is 2.5%. മുൻകാലങ്ങളിൽ GDP അളക്കുന്ന അതേ പ്രക്രിയ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ GDP 2.5 കൂപ്പുകുത്തിയേനെ. The Prime Minister does notebandi and then imposes a floor GST on this country. നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് നിരോധനം നടപ്പാക്കി. ആ നോട്ട് നിരോധനത്തിലൂടെ തന്നെ GDP എന്ന സമ്പദ്ഘടനയെ പരിപൂർണമായി തകർത്തിരിക്കുക. And destroys millions and millions of small and medium businesses. ലക്ഷം ആളുകളുടെ സമ്പദ്ഘടന, അവരുടെ ജീവിതം പരിപൂർണമായി, ഇടക്കാല ആളുകളുടെ എല്ലാം കച്ചവടം തകർത്തിരിക്കുക. Now people might think that demonetization was a foolish mistake made by the Prime Minister. That demonetization was a foolish mistake made by the Prime Minister. People might think. നമ്മൾ എല്ലാവരും ഇപ്പോൾ ആലോചിക്കും, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന നോട്ട് നിരോധനം എന്ന പ്രക്രിയ ഒരു മണ്ടൻ തീരുമാനമാണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കും. They might think that GST was implemented in a bad way. നമ്മൾ എല്ലാവരും ആലോചിക്കും, GST എന്ന ടാക്സേഷൻ പ്രക്രിയ മോശം രീതിയിൽ എന്ന്. But that is not true. പക്ഷേ അത് സത്യമല്ല. The real reason for GST and demonetization was to clear the way for India's
biggest, most powerful corporates and the assassination ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമ്പന്നർക്ക് വേണ്ടി നടപ്പാക്കിയതാണ് നോട്ട് നിരോധനവും GSTയും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. and the assassination order of India's informal sector, India's farmers, businesses. ഇന്ത്യയുടെ ചെറുകിട വ്യാപാരങ്ങളെ, കാർഷിക മേഖലയിലെ അസംഘടിത മേഖലയെ പരിപൂർണമായി തകർക്കുന്നതാണ് അതുവഴി ചെയ്തത്. And now when they have broken the back of the small and medium sector, they are coming to break your back. ഈ രാജ്യത്തിന്റെ നട്ടെല്ല് തകർത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ നട്ടെല്ലും അവർ തകർക്കാൻ മുന്നോട്ട് വരികയാണ്. But you are not just any ordinary company. നിങ്ങളൊരു സാധാരണ പൊതുമേഖലാ സ്ഥാപനമല്ല. First of all, you are a profit-making company, which means that you India. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ സമ്പദ്ഘടനയിലേക്ക് സംഭാവന ചെയ്യുന്നത്. And even more important than the fact that you are profit-making is that you are a company that operates in a strategic sector. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് BPSCL എന്നതിനേക്കാൾ കൂടുതൽ വളരെ ചിട്ടയായ ഒരു പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തന്ത്രപ്രാധാന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് BPCL. And as far as I can see, energy security of our country is at least as important as our army, our navy and air force put together. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ സ്രോതസ്സിന്റെ സുരക്ഷിതത്വം അത് ബാക്കിയുള്ള ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ നേവി, ഇന്ത്യയുടെ മറ്റ് ഘടനകൾ പോലെ അധികം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. After all, what is the army, navy and air force going to protect if India does not have energy security? നമ്മുടെ ഊർജ സ്രോതസ് ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആർമിയും നേവിയും മറ്റ് എന്താണ് സംരക്ഷിക്കാൻ പോകുന്നത്? What is the use of having an army, navy and air force if all your factories are closed? നമ്മുടെ ആർമിയും എയർഫോഴ്സും നേവിയും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചാൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? What is the use having an army, navy and air force if you live at the whims of outside forces? നമ്മുടെ പുറം രാജ്യങ്ങളുടെ ചിട്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ ആർമിയും നേവിയും എയർഫോഴ്സും എന്താണ് ഈ വിദേശ ശക്തികൾക്ക് മുമ്പിൽ? Placed very clearly from this stage, I heard some of the leaders and some of the union members say they use the word privatization. ഞാൻ കുറെ നേതാക്കന്മാർ വേദിയിൽ പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം എന്ന വാക്ക്. It is very important that you use it, correct words to define what is happening. നമുക്ക് കൃത്യമായ വാക്കുകൾ പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. This is not a privatization. ഇത് സ്വകാര്യവൽക്കരണമല്ല. The correct word to use here is theft. This is a theft. ഇത് ഒരു കൊള്ളയാണ്. അതാണ് ഇതിന്റെ കൃത്യമായ വാക്ക്. ഇതൊരു കൊള്ളയാണ്. And what Mr. Narendra Modi is doing is helping his friends, his masters, actually not his friends, because they're not his friends. They're his masters, his owners. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളല്ല, അദ്ദേഹത്തിന്റെ യജമാനനാണ്. യജമാനന്മാരെ അദ്ദേഹം കേൾക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. Because you see, without them, ആ യജമാനന്മാരില്ലാതെ നരേന്ദ്രമോദി ഒന്നുമല്ല. he's a little balloon. അദ്ദേഹം ഒരു ചെറിയ. It is their money. Please understand what I'm saying, because I'm saying something deep. It is their money that puts Mr. Narendra Modi on India's television screens. അവരുടെ പണമാണ് ഇന്ത്യയിലെ ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുത്താൻ സഹായിക്കുന്നത്. Every time you see Mr. Narendra Modi on the screen, every time you see him on television, please remember, it is his owners, his masters who are putting him on that screen. എപ്പോഴെങ്കിലും നിങ്ങൾ നരേന്ദ്രമോദിയെ ഇന്ത്യൻ ടെലിവിഷനുകൾ കാണുകെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ തവണയും ശ്രീ നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യജമാനന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. And his masters have hired him to do a job. അദ്ദേഹത്തിന്റെ യജമാനന്മാർ അദ്ദേഹത്തെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഒരു ജോലി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. It is a clear transaction.
We will do your marketing for you. You will give us. അതൊരു കൃത്യമായ ഇടപാടാണ്. ആ ഇടപാടിൽ കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. And the moment you do not give us BPCL, the moment you do not give us ONGC, we will throw you out like a rag. ഈ പൊതുജനങ്ങൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ONGCയും കിട്ടാത്ത ആ നിമിഷം ഒരു എലിയെ പോലെ. Another thing I would like to say, I said correct words are very important, and I said this is not a privatization, this is a theft. Well, somebody else used the word Modi Sarkar. It is not Modi Sarkar, it is Ambani Adani Sarkar. ഞാൻ വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മോദി സർക്കാർ അല്ല, ഇത് അംബാനിയുടെയും അദാനിയുടെയും സർക്കാരാണ്. Somebody said that the assets of this company are worth 8 lakh crore. ആരോ എന്നോട് സൂചിപ്പിച്ചു ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 8 ലക്ഷം കോടി രൂപ. And this company is being sold for 60,000 crore. ഈ സ്ഥാപനം വിൽക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 60,000 കോടി രൂപയ്ക്കാണ്. And then the man who is selling this company, 8 lakh crore company, for 50,000 crore says, I am a nationalist. ഈ കമ്പനി 8 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ കമ്പനി 60,000 കോടി രൂപയ്ക്ക് വിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഒരു ദേശീയവാദിയാണ് എന്നുള്ളത്. There is a history. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. People think that the British invaded India. ജനങ്ങൾ വിശ്വസിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെ കൈയടക്കി എന്നുള്ളതാണ്. Let me correct this confusion. ഞാൻ ഈ തെറ്റ് ഒന്ന് തിരുത്തുകയാണ്. The British India was sold to the British by the people who ran India in those days. The British came to India, but India was sold to the British by the people who ran India in those days. ബ്രിട്ടീഷുകാരെ കടന്നു വന്നതാണ്. പക്ഷേ അന്ന് ഇന്ത്യയെ വിറ്റത്, ഇന്ത്യയെ അവർക്ക് പക്കലാക്കിയത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു. Do not forget that India was sold from the inside. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയെ വിറ്റത് ഇന്ത്യയുടെ അകത്തുനിന്ന് തന്നെ ആയിരുന്നു. And that is exactly what is happening today. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്ത്യ വിൽക്കുന്നത് ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ തന്നെയാണ്. In those days they used to be called the Maharajas. അന്നത്തെ കാലത്ത് രാജാക്കന്മാരെന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നു. Today the name is Narendra Modi. ഇന്ന് അതിൽ നരേന്ദ്ര മോദി എന്ന്. And Mr. Modi, if you think that this country is going to look at you on the TV screen and let you sell its soul, you are in a state of confusion, my friend. മിസ്റ്റർ നരേന്ദ്രമോദി, ഈ രാജ്യത്തെ ജനങ്ങൾ ടിവിയിൽ നോക്കി രാജ്യത്തിന്റെ ആത്മാവ് വിൽക്കുന്നത് കാണുകയാണ്. അത് നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ ജീവിക്കുന്നത് ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം because there are who love this country and are going to defend the assets, the strategic assets of this country from people like ഈ രാജ്യത്ത് വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ തന്ത്രപരമായ ആസ്തി സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമെന്ന് നിങ്ങൾ ഓർക്കണം. I want to ask you a simple question. എനിക്ക് വളരെ ലളിതമായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. Over the last 5 years, India's biggest 15 corporates have had 3.5 lakh crores forgiven to them in non-performing assets. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ 15 കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ 15 വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് 3.5 ലക്ഷം കോടി രൂപ അവർക്ക് കിട്ടാക്കടമായി കൊടുത്തു. Just some days back, എഴുതി തള്ളി. they were given 1.4 lakh crores in corporate taxes. കഴിഞ്ഞ ദിവസം 1.4 ലക്ഷം കോടി രൂപ
തീരെഴുതി കൊടുത്തു, അവർക്ക് വിടുതല ചെയ്തു കൊടുത്തു, ടാക്സ് ഇനത്തിൽ അവരെ ഒഴിവാക്കി കൊടുത്തു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ The telecom companies have been given a license to double your prices. ടെലികോം, ഈ രാജ്യത്തെ ടെലികോം കമ്പനിക്കാർക്ക്, സ്വകാര്യ ടെലികോം കമ്പനിക്കാർക്ക് അവരുടെ ടെലിഫോൺ നിരക്ക് ഇരട്ടിയാക്കി കൊടുത്തിരിക്കുകയാണ്. The money they owe the government of India is forgiven. ആ രാജ്യത്ത് ഉള്ള പണം അവർ The money they owe the government of India is forgiven. അവർക്ക് ടാക്സ് ഇനത്തിൽ കിട്ടാനുള്ള തുക എഴുതി തള്ളിയിരിക്കുകയാണ്. And money is taken from your pockets to support them. നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള നികുതിയുടെ പണമാണ് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് Every കൊടുത്തുകൊണ്ടിരിക്കുന്നത്. time you use a phone, remember that increase in price is going to help Mr. Narendra who are going to market for him. ഓരോ പ്രാവശ്യം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഫോൺ എന്ന് പറയുന്നത് ആ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നരേന്ദ്രമോദി അങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. And what have you done? നിങ്ങൾ എന്താണ് ചെയ്തത്? You have run a profitable company. നിങ്ങൾ ഒരു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ, You are not going to the government of India asking it for money. In fact, the government of India is taking money from you. നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നില്ല. You- പകരം നിങ്ങളുടെ സമ്പദ്ഘടനയെ, നിങ്ങളുടെ ആസ്തി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. You defend India's strategic sector. നിങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഊർജം അതിനെ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. You make sure that India has oil security. You make sure that scooters, motorcycles, cars, trucks, buses run. ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ എണ്ണ ശേഖരം ഉണ്ട് എന്ന്, അതിന്റെ ആസ്തി ഉണ്ട് എന്ന് നിങ്ങൾ അതിന്റെ വലിയ സംരക്ഷണക്കാരായി വരുന്ന ലക്ഷോപലക്ഷം വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എണ്ണയാണ് അവർ ഉപയോഗിക്കുന്നത്. The 15 richest companies in India are supported in whatever. ഈ രാജ്യത്തിന്റെ 15 കോർപ്പറേറ്റ് കമ്പനികളുടെ, ഏറ്റവും പണമുള്ള 15 കോർപ്പറേറ്റ് കമ്പനികളെ അതെല്ലാം ഗവൺമെന്റ് And I ചെയ്തുകൊണ്ട്, don't include all corporates because it is not all private sector corporates who are not getting this favoritism. ഞാൻ എല്ലാ കോർപ്പറേറ്റുകളെയും അടച്ചാക്ഷേപിക്കുന്നില്ല. ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഈ പണം ലഭിക്കാത്ത നന്നായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. I'll give you an example. Mr. Adani has no experience in running airports, yet he wins airport after airport after airport. യാതൊരുവിധ പരിചയ സമ്പന്നതയും ഇല്ലാത്ത, എയർപോർട്ട് നടത്തി പരിചയ സമ്പന്നതയും ഇല്ലാത്ത ഒരു കമ്പനിയാണ് അത്. നിമിഷവും എയർപോർട്ടിന് പുറകെ പുതിയ എയർപോർട്ടുകൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട്, He controls every major port in India. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം ഇന്ന് ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് അദാനിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. Why? Because he is a friend of Mr. Narendra Modi. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. So you can work, you can live your entire, but your future is going to be destroyed. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ ജീവിതം മുന്നോട്ട്, You can work, you can live honestly your entire life, but Ningal- Mr. Narendra Modi is going to attempt to destroy your future. നിങ്ങൾ വളരെ നന്നായി ജീവിക്കുന്ന, വളരെ സത്യസന്ധമായി നിങ്ങൾ ജീവിക്കുമെങ്കിൽ പോലും ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. And I have come here today to assure you that we are not going to let this happen. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിന് നമ്മൾ അനുവദിക്കുന്നില്ല എന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. And we are here committed to standing with you and making sure that your future cannot be stolen. ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങളോടൊപ്പം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, ഇത് ഒരു കാര്യം ഉറപ്പുവരുത്താനാണ്. നിങ്ങളുടെ ഭാവി സംരക്ഷിക്കപ്പെടണം, നിങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്ന് മോഷണം ചെയ്യപ്പെടരുത് എന്നാണ്. I'd like to thank people who have come here this evening. I know that it is night time, and I'd like to thank all of you for coming here. The union leaders, workers, and multiple parties. ഈ രാത്രി വൈകിയ സമയത്ത് പോലും നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ട്രേഡ് യൂണിയന്റെ ലീഡേഴ്സ് ഉണ്ട്, മറ്റ് എംപ്ലോയീസ് ഉണ്ട്, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം കഷ്ടത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി പറയുക. These days, it is not fashionable to support the strategic sector or the public sector. ഈ കാലഘട്ടത്തിൽ
ഒട്ടും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സ്ട്രാറ്റജിക് സെക്ടർ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഈ മേഖലയെ സംരക്ഷിക്കപ്പെടുന്നത്, അതിനുവേണ്ടി നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഒട്ടും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ കാലഘട്ടത്തിൽ. Because you don't have billions and billions of rupees to do marketing for yourself. കാരണം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയില്ല നിങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് അത് ഫാഷനബിൾ അല്ലാത്തതും. But I understand what you are capable of. I understand your sacrifice and I believe in you. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ നൽകിയ ത്യാഗത്തിൽ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ നൽകുന്ന പിന്തുണയിൽ എനിക്ക് ഉറച്ച വിശ്വാസമാണ്. And I am very proud of what you have done for this country. എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്യന്തം അഭിമാനം കൊള്ളുന്നു. Thank you very much. നന്ദി. രാഹുൽജിക്ക് നന്ദി രേഖപ്പെടുത്തുവാനും സംയുക്ത ട്രേഡ് യൂണിയന്റെ ചെയർമാൻ കൂടിയായ തോമസ് കണ്ണടിയിൽ അദ്ദേഹത്തിന് മൊമന്റോ നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നു. ആ മൊമന്റോ ഗീതോപദേശത്തിന്റെ മൊമന്റയാണ്. ഹംസരഥമാണ്. ആ രഥത്തിൽ രാഹുൽ ഗാന്ധി നമ്മെ നയിക്കണം എന്ന പ്രതീകാത്മകമാണ്.